കേരളത്തിൽ ഭരണ തുടർച്ച ആഹ്വാനം ചെയ്ത CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്തെ കുടിയിറക്കം. കേന്ദ്രം എത്ര അവഗണിച്ചാലും തല ഉയർത്തി നിന്ന് അതിജീവിക്കണമെന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നവകേരളത്തിനായി വൻകിട നിക്ഷേപങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ടേമാണിത്. മൂന്നാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര. ആ മൂന്നാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിന്റെ കരുത്തായി CPM-നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം. കൊല്ലം സമ്മേളനത്തിന്റെ ആകത്തുക MV ഗോവിന്ദന്റെ ഈ ഒറ്റ പ്രഖ്യാപനത്തിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ LDF സർക്കാരിന്റെ മൂന്നാം ടേം എന്നല്ല, പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം ഊഴം. പാർട്ടിയെയും സർക്കാരിനെയും നയിക്കുന്നത് താൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ പൊതുസമ്മേളന നഗരിയിലേക്കുള്ള മാസ് എൻട്രി. നയരേഖ പാർട്ടി നയമല്ലെന്ന വിമർശനത്തെ പരിഹാസത്തോടെ തള്ളി. ഒപ്പം അധിക വിഭവ സമാഹരണത്തിനായുള്ള പിണറായിയുടെ പുത്തൻ വഴികളുടെ വിശദീകരണവും. വെറും തരണം ചെയ്യലല്ല, വിജയകരമായ രീതിയിൽ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ വിശദമായി കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രവാസികളുടെ ഒരു നാടാണ്. പ്രവാസി സമൂഹം നമ്മുടെ നാടിൻ്റെ കഞ്ഞികുടി ശരിയായ രീതിയിൽ ഉറപ്പിക്കുന്നതിന് വലിയ സഹായം ചെയ്തൊരു വിഭാഗമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സഹോദരങ്ങൾ മണലാരണ്യങ്ങളിലടക്കം ജോലിയെടുത്ത് ഇങ്ങോട്ടയച്ച പണം അവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, നാടിൻ്റെ സമ്പദ് വ്യവസ്ഥക്കാണ് പുരോഗതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായുള്ള വലിയ മാറ്റമുണ്ട്. സാമ്പത്തിക ഉപരോധത്തിന് കേന്ദ്രത്തിന് വിമർശനം, ഒപ്പം കോൺഗ്രസിന് കേരള വിരുദ്ധ നിലപാടെന്ന കുറ്റപ്പെടുത്തൽ. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തിൽ കേരളത്തിലെ UDF MP-മാരെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി എന്ന ഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊരു ആരോഗ്യകരമായ മാറ്റം തന്നെയായിരുന്നു. പക്ഷേ UDF അതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ച സമീപനം എന്താണ്? എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നില്ലേ? കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത്? ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ. അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ. ഒടുവിൽ ഏത് പ്രതിസന്ധികൾക്ക് മുന്നിലും തലകുനിക്കില്ലെന്ന പിണറായി സ്റ്റൈൽ പ്രഖ്യാപനവും. ഈ ദുരന്ത ഘട്ടത്തിൽ കരഞ്ഞിരിക്കാനല്ല, ഇതിനെ അതിജീവിക്കണം, നാടിനെ പുനർനിർമ്മിക്കണം. ആ പുനർനിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കാരണം. ന്യൂസ് മലയാളം, കൊല്ലം.